നമസ്കാരം. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്ന് ഉദ്യോഗസ്ഥരെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് അധികാരമേറ്റ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്നിട്ടും ചുവപ്പുനാടയിൽ കെട്ടിത്തൂങ്ങിച്ചാകാനാണോ സംസ്ഥാനത്തെ കർഷകൻ്റെ അവസ്ഥ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കേരള സമിറ്റ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു മുഴം കയറിലാണോ കർഷകൻ്റെ രക്ഷ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPI ദേശീയ കൗൺസിൽ അംഗം ശ്രീ CN ചന്ദ്രൻ, കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ E പ്രേംകുമാർ, ഹരിതസേന വയനാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ M, മലപ്പുറം DCC പ്രസിഡന്റ് ശ്രീ VV പ്രകാശ്, വയനാട് മുൻ ADM ശ്രീ ബാലകൃഷ്ണക്കുറുപ്പ്, ഒപ്പം ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ രജിത് കുമാറും മറ്റ് കർഷക പ്രതിനിധികളും പങ്കെടുക്കുന്നു. ശ്രീ CN ചന്ദ്രൻ, ഒരു കർഷക ആത്മഹത്യ ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപമാനമാണ്. ഇടത് സർക്കാരിൻ്റെ കാലത്തും കർഷക ആത്മഹത്യ എന്ന് തന്നെയാണ് അതിൻ്റെ തലക്കെട്ടുണ്ടാവുക. ഈ ഒരു സാഹചര്യം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണോ? അതിന് പൂർണ്ണമായും ഉദ്യോഗസ്ഥരെ പഴി പറയാൻ കഴിയുമോ? ഈ ഒരു ചെമ്പനാട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയൊരു സംവാദത്തിലേക്കും ചർച്ചകളിലേക്കും കാര്യങ്ങൾ പോകുമ്പോൾ ഒരു വിഭാഗത്തെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തി അവരാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണക്കാർ എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് ബോധപൂർവമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കേരള ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും LDFൻ്റെ ഗവൺമെൻറ്റും എടുത്ത നിലപാട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഒരു ഫയൽ ഒരു ജീവിതമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും ജീവനക്കാരോട് പറയുന്നത് ഏതൊരു ഓഫീസും ജനസൗഹൃദമായ രീതിയിൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഈ പറയുന്നതിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവർ കാണും. ഒരു സമൂഹമാകുമ്പോൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നവരായിക്കൊള്ളണമെന്നില്ല എല്ലാം. എന്നാൽ ഇവിടെ വന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായത്? ആ സാഹചര്യം ഉണ്ടായതിന് ഉത്തരവാദികളാരെങ്കിലും ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് വേണ്ടത്. അതല്ലാതെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും മോശക്കാരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം നല്ലവരാണ് എന്ന ഒരു വേർതിരിവോടുകൂടി പ്രശ്നങ്ങൾ സമീപിക്കുന്നത് ഗുണകരമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ശ്രീ VV പ്രകാശ്, ആർജവമുള്ള ഒരു സർക്കാരുണ്ടെങ്കിൽ ഈ ആദ്യം പറഞ്ഞ കാര്യം ആ നിലയ്ക്ക് തന്നെ നിലനിൽക്കുന്നു എന്ന ബോധ്യം, അതായത് ഓരോ ഫയലും ഒരു ജീവിതമാണ് എന്ന ബോധ്യം ആ നിലയ്ക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ ഈ നിലയ്ക്ക് കാലതാമസം ഉണ്ടാവുകയോ ഇങ്ങനെ കൈക്കൂലിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയോ ആത്മഹത്യയിലേക്ക് കടക്കുകയോ ഒക്കെ ചെയ്യുമോ? ഈ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത് ഒരു സാധാരണ കൃഷിക്കാരൻ അയാളുടെ നികുതി എടുക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നൊരു തോന്നലിലാണല്ലോ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിനും ഭരണകൂടത്തിനുമുണ്ട്. ഭരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ജനാധിപത്യ ഭരണമുള്ള രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റുകളുടെ ഒരു ഉത്തരവാദിത്തമാണത്. ആ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തിരിച്ചറിവിടെ ഉണ്ടാവണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം നികുതി സ്വീകരിക്കുന്നില്ല, സാങ്കേതികത്തോടെ നിൽക്കട്ടെ, ആ നികുതി സ്വീകരിക്കുന്നില്ല, അതിന് പുറകിലുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ നികുതി സ്വീകരിക്കുന്നില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ എനിക്കിനി മുന്നോട്ട് പോകാൻ നിർവാഹമില്ല ഒരു ശൂന്യതയിലേക്ക് അയാൾ വരികയാണ്. അവിടെ ജനാധിപത്യം പരാജയപ്പെടുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. ഇന്ന് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതിന് ഇന്നലത്തെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം. അതിനുള്ള ശ്രദ്ധയും മുൻകരുതലുകളും സ്വീകരിക്കണം. ഗവൺമെൻറ്റിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കണം. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയുന്നതല്ല. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നൊരു തോന്നലിൽ അവർ എത്തിക്കുകയും വെറുതെ സാങ്കേതികമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സമീപനം ഒട്ടും ഗുണകരമല്ല. അത് ജനാധിപത്യത്തിന് വളരെ പ്രയാസമുണ്ടാക്കും. മറ്റൊന്ന് ചില സമീപനങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട്, മറ്റാളുടെ ഭാഗത്തുനിന്നുണ്ട്. സാധാരണ ജനങ്ങളെന്ന് പറയുന്നത് അവരോട് ഒരുതരം അവജ്ഞ കലർന്ന സമീപനം സ്വീകരിക്കുക. വേണമെങ്കിൽ തിന്നാൽ മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ വന്നാൽ മതി, നാളെ വാ, മറ്റന്നാ വാ, അതങ്ങനെ പറഞ്ഞ ആളുകൾ അവഗണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ കൂടെ ഈ പ്രക്രിയയിലൊക്കെ പങ്കാളികളാണ്. അയാളുടെ വോട്ടും അയാളുടെ വോട്ടവകാശവും പ്രിവിലേജും ഒക്കെ ഉണ്ട്. സേവനം നൽകുന്നു എന്ന ബോധ്യത്തിലൂടെ, അല്ലെങ്കിൽ സേവകരാണ് എന്ന ബോധ്യത്തിലല്ല സർക്കാർ ഉദ്യോഗസ്ഥർ പലപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ അപമാനിതരാകുന്നു എന്ന തോന്നൽ ആ ഓഫീസിൽ എത്തുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ്. അതുപോലെ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് തന്നെയാണ് ഈ തോമസ് എന്ന കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്ത ബുധനാഴ്ച രാത്രിയാണ്. അന്നാണ് 4 മണിക്കൂറുകൾക്ക് മുൻപ് 5 മണിക്ക് മറ്റൊരു വില്ലേജ് ഓഫീസർ കൈക്കൂലി കേസിൽ
പിടിക്കപ്പെടുന്നത്. അഴിമതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരെ കൃത്യമായി അവരെ ശിക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച വാർത്തയടക്കം പിന്നീട് നമ്മൾ അറിയാറില്ല. യഥാർത്ഥത്തിൽ ഇത്തരം അഴിമതിക്കാർക്ക് ഈ യൂണിയൻ്റെയൊക്കെ പിൻബലം ഉള്ളത് കൊണ്ടാണോ ആ നിലയ്ക്ക് അവർക്ക് സർക്കാരിൻ്റെ നയവും നിലപാടും അറിഞ്ഞിട്ടും അതിനെതിരായി പ്രവർത്തിക്കാനുള്ള ധൈര്യമുണ്ടാകുന്നത്? കേരളത്തിലെ 4.5 ലക്ഷം ജീവനക്കാരിൽ ഒരു ചെറിയ ശതമാനമാണ് ഇത്തരം പ്രശ്നങ്ങളുള്ള ജീവനക്കാർ. അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂയെ ചൂണ്ടിക്കാണിച്ച് ഈ സിവിൽ സർവീസ് സമൂഹം ആകെ മോശമാണ് എന്ന വരുത്തി തീർക്കലിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അല്ല, അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ അവരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എല്ലാ മേഖലയിലും ഇതിപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരിക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ല. ഒരാഴ്ചയിൽ ഒരു വാർത്തയെങ്കിലും സമാനമായ സ്വഭാവത്തിൽ മാധ്യമങ്ങളിൽ സജീവമാകാറുണ്ട്. അപ്പോൾ ഒരു ഒരു ശതമാനക്കണക്കെടുത്താൽ അത് വളരെ കൂടുതലാണ് നിങ്ങളുടെ ഇടയിൽ ഈ ഇത്തരം സ്വഭാവമുള്ള കൈക്കൂലി വാങ്ങുന്ന ആ നിലയ്ക്ക് ഇടപെടൽ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം. തെറ്റായ ഒരു വാദഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന 4.5 ലക്ഷം ജീവനക്കാരിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇത്തരം ദുഷ്പ്രവണതകളുള്ള ആളുകൾ. തീർച്ചയായും അവരെ കാലാനുസൃതമായി, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു ഫയലിൽ ഒരു ജീവിതമുണ്ട് എന്നൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായി സിവിൽ സർവീസിനെ മാറ്റാനുള്ള ഇടപെടലാണ് കേരളത്തിലെ പൊതുസംഘടനകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാരായ ജീവനക്കാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കേരളീയ സമൂഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് സിവിൽ സർവീസ് മാറണമെന്നുള്ള കാഴ്ചപ്പാട് മുറുകെ പിടിക്കുന്ന കേരളീയ സമൂഹത്തിന്റെ വികാരം തന്നെയാണ് കേരളത്തിന്റെ സംഘടനകൾ. പക്ഷെ അത് നിങ്ങൾ മാത്രം വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം ഇത് സമൂഹത്തിന്റെ പരിച്ഛേദമാണല്ലോ. ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന അവരും അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നവരിൽ പൊതുജനവുമുണ്ട് എന്നത് ഒരു വാസ്തവമുണ്ട്. കാരണം അങ്ങോട്ട് പണം കൊടുത്ത് അവരെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങോട്ട് പണം കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അത് വേണ്ട എന്ന് നിഷേധിക്കുന്നവർ എണ്ണത്തിൽ ചുരുക്കമാണ്. കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമായി വരുന്ന ഈ സിവിൽ സർവീസിൻ്റെ മാറ്റം വരുത്തണമെങ്കിൽ കേരളത്തിലെ ജനങ്ങളും ജീവനക്കാരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ള ഹർഷൻ്റെ കാഴ്ചപ്പാടിനോട് ഞാൻ യോജിക്കുകയാണ്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ സിവിൽ സർവീസ് മാറിയേ മതിയാവൂ. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സുരേന്ദ്രൻ, ഈ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഈ നിലയ്ക്ക് ഇദ്ദേഹം വിലയിരുത്തുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ചതുപോലെ എല്ലാ ഓഫീസുകളിലും ഈ നിലയ്ക്കുള്ള പ്രശ്നങ്ങളില്ല. അപൂർവം ചില ആളുകൾ മാത്രമാണ് ഈ നിലയ്ക്കൊക്കെ കാര്യങ്ങളിൽ ഇടപെടുന്നത്, കൈക്കൂലി മേടിക്കുന്നത്, ആളുകളെ നടത്തിക്കുന്നത് എന്നൊക്കെയുള്ള അനുഭവമാണോ കർഷകർക്കുള്ളത്? അദ്ദേഹം പറഞ്ഞത് അത്ര കണ്ട് വസ്തുതാപരമല്ല. ഞങ്ങൾ കർഷകർ പൊതുവേ ഞങ്ങളെ ബന്ധപ്പെടുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. കാർഷിക മേഖല പ്രശ്നങ്ങളും ഭൂമിയെ പറ്റിയും ഞങ്ങൾ ഏകദേശം വില്ലേജ് ഓഫീസായിട്ട് കയറി ഇറങ്ങുന്നവരാണ്. പക്ഷെ ഒരു വില്ലേജ് ഓഫീസ് പോലും കാശ് കൊടുക്കാതെ കാര്യം നടത്തും എന്നുള്ള സ്ഥിതി ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും കാശ് കൊടുത്താലേ കാര്യം നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തിന് പകരം 20-25 പ്രാവശ്യം നടത്തിക്കും. ഇപ്പം അക്ഷയൊക്കെ വന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ കുറച്ച് എളുപ്പമാകുന്നു എന്നല്ലാതെ ഇപ്പം നികുതി അടയ്ക്കുന്നതിന് മാത്രം കാശ് കൊടുക്കണ്ട. 2 വർഷം നികുതി അടയ്ക്കാൻ വൈകിയാൽ അത് കാശ് വാങ്ങിയിട്ട് തന്നെ അവിടുന്ന് വില്ലേജ് ഓഫീസറോ വില്ലേജ് അസിസ്റ്റൻറ്റോ എഴുതി തരുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ കാശ് കൊടുക്കാതെ കാര്യം നടക്കാത്തൊരു സാഹചര്യം കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. 1985 പെരുമാറ്റച്ചട്ടമുണ്ട്, 2009 സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റച്ചട്ടമുണ്ട്. അതിലടക്കം പറഞ്ഞിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥൻ ഓഫീസിൽ കയറി വരുമ്പോൾ മാന്യമായിട്ട് പെരുമാറാത്ത ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന് പറയുന്ന അലംഘനീയമായൊരു നിയമം പോലുണ്ട്. പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇത് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു, അപ്പോഴെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടി വരുന്നു എന്ന അവസ്ഥ കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു മാത്രമല്ല ഞങ്ങൾ പറയുന്നത് ഉയർന്ന തലത്തിലുള്ള ഈ അഴിമതികളെല്ലാം പേപ്പറുകളും മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ താഴേക്കിടയുള്ള അഴിമതി ഒരിക്കലും ചർച്ചയ്ക്ക് വരുന്നില്ല. കർഷകന്റെ ആത്മഹത്യയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ മാത്രമാണ് അവന്റെ പ്രശ്നം. ഈ പറഞ്ഞതുപോലെ 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ബുദ്ധിമുട്ടുന്നവനോട് തന്നെയാണ് ഈ പണം പിടുങ്ങുന്നത്. അത് പക്ഷേ ഒരു വാർത്തയാവുന്നില്ല എന്നത് താങ്കൾ പറഞ്ഞത് 100% വാസ്തവമാണ്. ശ്രീ ബാലകൃഷ്ണൻ കുറുപ്പ്, ഇത് ആളുകൾ അധികം ശ്രദ്ധിക്കുന്നില്ല, മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രദ്ധിക്കുന്നില്ല, സർക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ കൊണ്ട് അങ്ങേയറ്റം അഴിമതി നിറഞ്ഞതാണ് നമ്മുടെ ഈ സംവിധാനം എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള 3 കാരണങ്ങളാണ് അതിൽ കാണുന്നത്. ഒന്ന്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ അതിലുണ്ട്. കാരണം ആ വസ്തുതകൾ നമ്മൾ പലരും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ കർഷക ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഈ പ്രശ്നങ്ങളും ശരിക്കും ജനങ്ങൾ
അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അറിയിക്കണം എന്നുള്ള ഒരു പ്രധാന സാഹചര്യം അവിടെ ഉണ്ട്. ഒന്ന് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. ഇത് മൂന്നും കൂടി കൂടുമ്പോഴാണ് ഇതിൽ പ്രധാനമല്ല. ഒന്ന് ഈ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ കൈക്കൂലിക്കുള്ള സാധ്യത ഉറപ്പാക്കുന്നത് കൂടിയാണ്. ആ നിലയ്ക്കുള്ള ഇടപെടലിന് അവസരം കൊടുക്കുന്ന തരത്തിലാണ് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, സർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതെല്ലാം ആ നിലയ്ക്ക് കൂടിയല്ലേ. പ്രത്യേകിച്ച് ഈ കുടിയേറ്റ മേഖലയിലൊക്കെ ഈ പ്രശ്നം കുറെ കൂടി രൂക്ഷവുമാണ്. അപ്പം ഈ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനുള്ളതായ ഒരു സംവിധാനം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇതിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഒരു പരിധിയിൽ നിർത്താൻ കഴിയുള്ളൂ. തീർച്ചയായും ഒരു പ്രാകൃത സംവിധാനത്തിൽ ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന ഒരവസ്ഥ തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ കൈക്കൂലിക്കുള്ള അവസരങ്ങൾ കൂടുതൽ സജീവമാക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരിച്ചു വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ രജത് കുമാർ, ഈ ഒരു വിഷയം എന്നത് ഈ സാങ്കേതികമായി നമ്മുടെ ഈ ഓഫീസുകളെല്ലാം വളരെ പിന്നോട്ടാണ്. സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു സംവിധാനം ഓഫീസുകളിലില്ല എന്ന വസ്തുത അദ്ദേഹം പറഞ്ഞു. വാസ്തവമാണത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ കാര്യമല്ല, ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മൂന്നാറിലെ വിഷയം, ഹൈറേഞ്ചിലെ വിഷയം, ഇടുക്കി ജില്ലയിലെ വിഷയമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ രേഖകൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല, ഭൂമി ഈ പറഞ്ഞതുപോലെ വല്ലാതെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ, സർവേ രേഖകളില്ല, ഇതൊക്കെയാണ്, റീസർവേ കൃത്യമായി നടക്കുന്നില്ല, ഇതൊക്കെയാണ് അടിസ്ഥാന പ്രശ്നങ്ങളായി വരുന്നത്. ഇതൊരു സാധ്യതയായി ഉദ്യോഗസ്ഥർ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇതിൽ നേരത്തെ NGO യൂണിയൻ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ വിഭാഗം ജീവനക്കാർ ഈ പറഞ്ഞതുപോലെ ചില ദുഷ്പ്രവണതകളായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്ന ഭൂമി ഈ പ്രശ്നവുമായിട്ടുള്ള സങ്കീർണത. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് റീസർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ റീസർവേ പൂർത്തീകരിക്കണം, ഉടൻ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ പോലും 118 വില്ലേജുകൾ, കേവലം 16 വില്ലേജുകൾ മാത്രമേ റീസർവേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പൂർത്തീകരിച്ച സ്ഥലത്ത് തന്നെ അവിടെ റീസർവേയുമായി ബന്ധപ്പെട്ട് 8000-ഓളം പരാതികൾ കിടക്കുകയാണ്. ഇതിനൊക്കെ അടിസ്ഥാനമായ പ്രശ്നമാണ് നേരത്തെ റിട്ടയർഡ് ADM സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിനു വേണ്ട നിയമനിർമ്മാണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു വസ്തുവിന് കരം സ്വീകരിക്കണമെങ്കിൽ ആ വസ്തു കരം സ്വീകരിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് കൃത്യമായി അതിന് ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഉദ്യോഗസ്ഥന് വിവേചന അധികാരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലത്തോളം ഈ അഴിമതിക്കുള്ള സാധ്യത നിലനിൽക്കുക തന്നെ ചെയ്യും. ചന്ദ്രേട്ട, ഇതാണ് പ്രശ്നം. അടിസ്ഥാന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ ഈ ഫയലിലെല്ലാം ജീവിതമുണ്ട് എന്ന് വെറുതെ തൊലിപ്പുറത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിനുള്ള സാഹചര്യം, അതായത് ഈ അഴിമതി നടത്താൻ പോകുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടാണ് ഇതിനുള്ളിൽ ജീവിതമുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലല്ലോ. ആത്യന്തികമായി ഇത് തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഇടപെടൽ ഉണ്ടാവുന്നുമില്ല. ഈ രംഗത്ത് നന്നായി ഇടപെടുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ റീസർവേ, ഈ പറഞ്ഞ ഒരുപാട് സങ്കീർണതകളുള്ള മേഖലയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടുക്കിയിലും കാസർഗോഡും റീസർവേ പൂർത്തിയാക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ഗവൺമെൻറ് ഉള്ളത്. അതിന് തുടർന്ന് മറ്റ് ജില്ലകളിലും ഈ റീസർവേ പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ, ഒന്ന് ഈ വില്ലേജ് ഓഫീസുകൾ, അതുപോലെ തന്നെ റവന്യൂ ഓഫീസുകൾ, മറ്റ് ഓഫീസുകൾ എന്നൊക്കെ പറയുന്നത് എല്ലാ കാര്യത്തിനും ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടുന്ന ഓഫീസുകളാണ്. അവിടെ കുറ്റമറ്റ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞാൽ ഈ പ്രവണത തീർച്ചയായും അതാണ്. പക്ഷെ അങ്ങനെ ആളുകൾ ചെല്ലേണ്ട ഒരു സ്ഥലത്തിന്റെ ലക്ഷണം കേരളത്തിലെ ഏതെങ്കിലും വില്ലേജ് ഓഫീസിലുണ്ടോ? ഞാൻ തന്നെ പോയി നോക്കിയാൽ അറിയാമല്ലോ ഓരോ വില്ലേജ് ഓഫീസിന്റെ അവസ്ഥ എന്താണ്. അങ്ങേയറ്റം ദയനീയമാണ്. ഏതോ പ്രാകൃത സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സെറ്റപ്പാണത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തും നടക്കും എന്നുള്ള അവസ്ഥയുണ്ട്. സെറ്റപ്പ് ശരിയാണ്. ആ സെറ്റപ്പ് ആകെ പൊളിച്ച് എഴുതുക എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കണം. ആവശ്യമായ നിയമനിർമ്മാണം വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. ഇപ്പോൾ ഡിജിറ്റൽ ചെയ്യുക, ഡിജിറ്റലൈസേഷൻ നടപടിയുമായി മുമ്പോട്ട് പോവുക, റീസർവേ പൂർത്തിയാക്കുക, ഇങ്ങനെ എന്തൊക്കെയാണ് ഗവൺമെൻറ്റിന് സമയബന്ധിതമായി ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മണ്ണിൻ്റെ പ്രശ്നം, ഭൂമിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മർമ്മപ്രധാനമായൊരു പ്രശ്നമാണ്. അതിന് പരിഹാരം കാണാൻ ഉതകുന്ന രീതിയിൽ വ്യക്തമായ ചില ധാരണകളും തീരുമാനങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർച്ചയായും. ഈ ശ്രീ വി പ്രകാശ്, ഈ തുടർച്ച തന്നെയാണ്, തുടർച്ചയെ ഒഴിവാക്കിക്കൊണ്ട് തൽക്കാലം നമുക്ക് ഈ ചർച്ച സാധ്യമല്ല. കാരണം ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ഭരണം മാറി മാറി തുടരുന്നു, പക്ഷേ ആ സാഹചര്യം മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ആ കാര്യത്തിൽ ആരെങ്കിലും ഒരാളെ കുറ്റം പറയുക എന്നത് അസാധ്യമാണ്. ഈ സിസ്റ്റം മൊത്തത്തിൽ കുഴപ്പം പിടിച്ചതാണ്. ഞാനത് ആദ്യമേ പറഞ്ഞു. ഇത് ഓരോ ഗവൺമെൻറ്റുകൾ പരസ്പരം കുറ്റപ്പെടുത്തേണ്ടതോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തേണ്ടതോ ആ ഒരു വസ്തുതയായിട്ട് ഞാനിതിനെ കാണുന്നില്ല. പക്ഷേ എങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ചില പ്രാഥമികമായ ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കേണ്ടത് നിലവിൽ ആരാണോ ഭരിക്കുന്നത് അവരാണ്. ഈ സംഭവത്തിൽ തന്നെ ഇവിടെ സർവേയുടെ പ്രശ്നങ്ങളും
പിന്നെ കുറുപ്പ് സാറ് പറഞ്ഞ പ്രശ്നങ്ങൾ അത് അത്തരം സാങ്കേതിക പ്രശ്നങ്ങളൊന്നും വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന് ബാധകമല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ താങ്കൾക്ക് തുടരാം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 1 മണിക്കൂർ കൊണ്ട് നടത്തിയെടുക്കാവുന്ന കാര്യങ്ങൾക്ക് ദിവസങ്ങളോളം നടത്തിക്കുകയാണ്. മാത്രമല്ല വില്ലേജ് ഓഫീസിൽ നിന്നൊരു കാര്യം സാധിച്ചെടുക്കാൻ കൃത്യമായ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇത്ര ദിവസങ്ങൾക്കകം ഈ കാര്യം സാധിച്ചു കൊടുക്കാനാവില്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് അത് സാധിച്ചു തരാൻ കഴിയില്ല എന്ന് എഴുതി കൊടുക്കണം. ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ ഈ പെർട്ടിക്കുലറായിട്ടുള്ള ഈ വിഷയത്തിൽ ഈ പറയുന്ന പിന്നെ സാങ്കേതികത്വമൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അത് ആ ഭാര്യയുടെ പേരുള്ള 80 സെൻറ്റ് സ്ഥലത്തിൻ്റെ നികുതി അടച്ചു കൊടുക്കേണ്ട പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ചെയ്തതിൻ്റെ പിറ്റേന്ന് അടച്ചു കൊടുത്തല്ലോ. പിന്നെ ഈ സംഭവത്തിൽ തന്നെ 1 വർഷം മുമ്പ് ഈ ഭാര്യയും ഭർത്താവും മോളിയും ഈ മരിച്ച തോമസും അവിടെ നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ സെൻസേഷണലായ ഒരു ഇഷ്യൂ ആണിത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വളരെ പ്രതികാരപൂർണ്ണമായൊരു നടപടി ഈ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങൾ മുഖ്യമന്ത്രി അവിടെ പോയി സന്ദർശിച്ചിട്ടില്ല, ഒന്ന് ആശ്വസിപ്പിച്ചിട്ടില്ല. ഈ കേരള സംസ്ഥാനത്തിലെ ഒരു മനുഷ്യൻ ഭരണകൂടത്തിൻ്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജീവനൊടുക്കിയൊരു സംഭവമാണ്. ആ സംഭവത്തിൽ പോയി അവരെ ആശ്വസിപ്പിക്കേണ്ട പ്രാഥമികമായ ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്, ചെയ്തിട്ടില്ല. അവിടുത്തെ പിന്നെ MLA മന്ത്രി കൂടിയാണ്, അവിടെ പോയിട്ടില്ല. അപ്പോൾ അതിന് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചതുകൊണ്ട് എല്ലാം ആയോ എന്നുള്ളതല്ല. എങ്കിലും ഭരണകൂടത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അല്ലെങ്കിൽ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നവരെ വലിയ കേസെടുക്കുന്നതിന് നിയമത്തിന്റെ ഉയർന്ന സങ്കല്പമാണ്. മുൻ സർക്കാരിന്റെ കാലത്തും ഇങ്ങനെയുള്ള എല്ലാ കർഷക ആത്മഹത്യകളെയും ഈ നിലയ്ക്കാണോ താങ്കൾ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ആ സുന്ദരമായ തലത്തിലാണോ കൈകാര്യം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ എല്ലാ ഇവിടെ കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളാണ്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പ്രതിപക്ഷത്തായതുകൊണ്ട് എല്ലാം ഗവൺമെൻറ്റിന് അടിച്ചേൽപ്പിക്കുന്ന ഭാഷയിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിലും പ്രിലിമിനറി ആയിട്ട് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? ഇവിടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുക ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണല്ലോ ആത്മഹത്യ കുറ്റകരമായി മാറുന്നത്, ജീവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരാൾ മരണപ്പെട്ടു, അതിന് സാങ്കേതികത്വമൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ പോയിട്ട് അവരൊന്ന് ആശ്വസിപ്പിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നില്ല, ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്? അപ്പോൾ ഈ കർഷകൻ, ഗവൺമെൻറ്റിൻ്റെ മനോഭാവം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കർഷകൻ ആത്മഹത്യയിലൂടെ ഗവൺമെൻറ്റിൻ്റെ മുഖശോഭ നഷ്ടപ്പെടുത്തി എന്നൊരു കുറ്റം ഈ കൃഷിക്കാരനിൽ ആക്ഷേപിക്കാനുള്ള ശ്രമം ഉണ്ടോയെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്ത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയെ മോശമാക്കാൻ ഇയാളുടെ മരണം കൊണ്ട് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രതികാരം ഞാൻ തീർത്തില്ല, കംപ്ലീറ്റ് ചെയ്യില്ല. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ട്. മാത്രമല്ല, ഇവിടെ 2 ദിവസം മുമ്പ് പത്രത്തിലുണ്ട്, ഇടുക്കിയിലൊരു സ്ത്രീ അവരുടെ 2 ഏക്കർ ഭൂമിയുടെ സരോജിനിയമ്മ അവരുടെ ഭൂമിയുടെ പട്ടയം കിട്ടിയിട്ടില്ല. ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞാൽ എഴുതി കൊടുത്തിട്ടുണ്ട്, തഹസിൽദാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, വില്ലേജ് ഓഫീസർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അവർ ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. സൗകര്യപൂർവ്വം ഈ കുഴപ്പം പിടിച്ച ഭൂമികളിൽ ആ നിലയ്ക്കുള്ള ഇടപെടൽ നടത്താൻ സാധ്യത കൂടി അങ്ങനെ ആരെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സാങ്കേതികത്വം പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ചുമതല അതാണ്. ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ വലിയ ചർച്ചയ്ക്ക് എടുക്കുന്നു. പറ്റിയ അപകടങ്ങളാണ് ചർച്ചയ്ക്ക് എടുക്കുക, പറ്റാതെ പോയ അപകടങ്ങളോ അത്ഭുതകരമായി രക്ഷപ്പെട്ട സർക്കാർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയോട് അങ്ങേയറ്റത്തെ വിയോജിപ്പ് അദ്ദേഹത്തിനുണ്ട്. എങ്ങനെയാണ്? വളരെ തെറ്റിദ്ധാരണജനകമായ ഒരു അവതരണമാണ് എൻ്റെ സുഹൃത്ത് VV പ്രകാശ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലേറി 1 വർഷം പൂർത്തിയായി 37,000 നിയമനങ്ങളാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ നിയമിച്ചിട്ടുള്ളത്. ഇവിടെ 60,000 തസ്തിക വെട്ടിക്കുറച്ച് കേരളത്തിലെ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ മാസങ്ങളോളം പൂട്ടി നിന്നാലും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ഭരണാധികാരികളും കേരളത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ ജനസൗഹൃദമാക്കാനുള്ള വലിയ ഇടപെടൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കാണേണ്ടത്, ഇവിടെ 1971 കാലത്ത് നടപ്പിലാക്കിയ ഈ സർവേ പ്രവർത്തനമാണ് ചെമ്പനോട്, ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട്, കാന്തലാട്. ഇപ്പോഴും അൺസർവേ എന്ന രീതിയിലാണ് ഈ വില്ലേജ് ഓഫീസുകൾ പരിഗണിക്കുന്നത്. അവിടെ ഉള്ള ഒരു രജിസ്റ്റർ 1933 ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നാടുവാഴി ആരായിരുന്നോ, ജന്മി ആരായിരുന്നോ, അയാളുടെ പേരിലാണ് ഇപ്പോഴും ഭൂമി. അവിടെ നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു രജിസ്റ്ററിൽ നികുതി അടച്ചു വരുന്ന ആ വ്യക്തമായ ആ നികുതി ഷീട്ട് വെച്ചുകൊണ്ടാണ് നികുതി പുതുക്കി കൊടുക്കുന്നത്. 972 സ്റ്റോപ്പേറ്റാണ്. 15 മടങ്ങാണ് ഈ പറയുന്ന ഒരു വില്ലേജ് ഓഫീസിൻ്റെ പരിധിയിൽ ജനസംഖ്യ വർദ്ധിച്ചിട്ടുള്ളത്. 972 കാതലായ മാറ്റം വരുത്താൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സമീപനം കേരളത്തിൻ്റെ കർഷകനോടും ജീവനക്കാരോടും സാധാരണക്കാരനോടും ഇത് വളരെ അനുകൂലമായ സമീപനമാണ്. അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് കർഷക ആത്മഹത്യ എന്ന് പറഞ്ഞത്
ദൗർഭാഗ്യകരം തന്നെയാണ്. ഒരു അല്ല, തർക്കവും അദ്ദേഹം അതിലല്ല അദ്ദേഹം പറഞ്ഞത് ഇത് അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതെല്ലാം വാസ്തവമാണ്. താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് വലിയ വിയോജിപ്പില്ല. പക്ഷേ ആത്മഹത്യയോട് ഉണ്ടായതിനു ശേഷമുള്ള സാഹചര്യത്തോട് എങ്ങനെയാണ് ഇടപെട്ടത്? സാഹചര്യത്തെ വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് ഇതിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർ ആരായിരുന്നാലും കർശനമായ നടപടി സ്വീകരിക്കാനുള്ള അന്വേഷണവും അതിന്റെ പ്രശ്നങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ, അതിൽ ഞങ്ങൾ അതിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. ഒരാൾ കുറ്റക്കാരനാണോ, കുറ്റവും ശരിയും അല്ലെങ്കിൽ ശിക്ഷ വിധിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണുന്നുമില്ല. ഇവിടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതെല്ലാം എനിക്ക് തോന്നുന്നു ചന്ദ്രനെ പോലത്തെ ആളുകളാവും പറയുന്നത്. മുഖ്യമന്ത്രി ഈ മരണം നടന്ന വീടുകളിൽ പോകുക എന്നുള്ളത് നമ്മുടെ ഒരു പതിവായ ഒരു സംവിധാനമാണ്. മുഖ്യമന്ത്രി ഇനി വരുമ്പോൾ പോകാനുള്ള സൗകര്യമുണ്ട്, മുഖ്യമന്ത്രി പോകും. അവിടെ ഇപ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയി. അവിടെ ഇപ്പോൾ കൃഷിമന്ത്രി പോയല്ലോ, വി പ്രകാശ് സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നതാണ്. ഗവൺമെൻറ് പ്രതിനിധി അവിടെ പോയി, അവിടെ ദുഃഖങ്ങളും വേദനകളും മനസ്സിലാക്കി, അവിടെയുള്ള ജനങ്ങളോട് കാര്യങ്ങൾ തിരക്കി. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് മറച്ചു വെച്ച് അവിടെ മുഖ്യമന്ത്രി പോയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിമാർ പോയ അനുഭവമാണോ നേരത്തെ ഉള്ളത്? കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ പറഞ്ഞോട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലം 1500ഓളം കൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്തത്. നിങ്ങളുടെ ഭരണത്തിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങിയ കൃഷിക്കാരൻ പിടഞ്ഞു വീണപ്പോൾ അവിടുന്ന് ഒരു മന്ത്രിയും കണ്ടിട്ടില്ല. അവരെ ആശ്വസിപ്പിക്കാൻ ആളുകളുണ്ടായിട്ടില്ല, ഒരു ക്ഷേമ പദ്ധതി ഉണ്ടായിട്ടില്ല. അതൊക്കെ കർഷക മക്കൾക്ക് അറിയുന്ന, പ്രത്യേകിച്ച് മലയോര മേഖല അനുഭവിച്ചതാണ് അവർ. ഇവിടെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഉദാരമായ നിലപാട് സ്വീകരിക്കുകയും കൃഷിക്കാരനോടൊപ്പം നിൽക്കുകയും അവരുടെ വേദനയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന നിലപാടും സമീപനവും തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സ്വീകരിക്കും. ഉദ്യോഗസ്ഥ മേഖല, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, അവിടെ എവിടെയും അഴിമതിയില്ല എന്ന് പറയാൻ ഞങ്ങളാളില്ല. അഴിമതിക്കാരുണ്ട്, അവരെ കണ്ടെത്തണം, അവരെ മേൽ നടപടിയെടുക്കണം. ഇപ്പോൾ റവന്യൂവിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 140 ആളുകൾ ഇപ്പോൾ സസ്പെൻഷനില്ല. ഈ സർക്കാർ വന്നതിന് ശേഷം 1 വർഷം കൊണ്ട് അല്ലേ, ഒരു വർഷം കൊണ്ട് 140 ആളുകൾ സസ്പെൻഷനിലാണ്. കുറ്റക്കാരെ കണ്ടെത്താനും നടപടി സ്വീകരിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾ അതിന് സഹായകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായും ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് താങ്കൾ പറഞ്ഞു. ഇത് പക്ഷേ കാലങ്ങളായി ആ നിലയ്ക്ക് തന്നെ തുടരുകയാണ്. ഇപ്പോഴും ഒരു ഉദ്യോഗസ്ഥന് ഒരു കർഷകൻ്റെ ജീവിതം തീരുമാനിക്കാൻ കഴിയുമെന്നുള്ള അവസ്ഥയുണ്ട്. ആ അവസ്ഥ മാറാൻ ഇത് സുതാര്യത തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനമായ മാർഗം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് കർഷകനെയോ സാധാരണക്കാരനെയോ ബോധ്യപ്പെടുത്തുക? സുതാര്യമായ അവസ്ഥ എന്നാൽ അത് എന്താണ്? ഇന്ന് നമുക്ക് വില്ലേജ് ഓഫീസുകളിലെ രേഖകളോ ഒക്കെ തന്നെ ഒരു സ്വകാര്യമായ രൂപത്തിലാണ്. കാരണം മൊണോപ്പൊളി സർവീസ് എന്നുള്ള നിലയിൽ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരോ മാത്രം വിചാരിച്ചാൽ മാത്രമേ ഒരു പൗരന് കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് എൻ്റെ നികുതി അടയ്ക്കണമെങ്കിൽ, എൻ്റെ സർവേ നമ്പർ, എൻ്റെ വിസ്തീർണം, ഇതൊക്കെ തന്നെ അറിയണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ അല്ലെങ്കിൽ വില്ലേജ് സ്റ്റാഫിൻ്റെയോ ദയാദാക്ഷിണ്യത്തിന് വിധേയമാണ്. നേരെ മറിച്ച് ഇന്ന് ഈ രേഖകളൊക്കെ തന്നെ വിവര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ തന്നെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സാധനങ്ങൾ നോക്കാവുന്നതാണ്. എത്ര ഭൂമി ഉണ്ടെന്നറിയാം, അതിൻ്റെ തണ്ടപ്പേരെന്താണെന്നറിയാം, അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന്, ആരുടെ പേരിലാണ് ഭൂമി എന്നറിയാം, ആരുടെ പേരിലാണെന്നറിയാം. ഇപ്പോൾ നമുക്കത് വളരെ ഉദാഹരണമായിരുന്നു. ഞാൻ ഇതുമായിട്ട് നേരത്തെ സർവീസ് ഉള്ളപ്പോൾ ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ പോയി സ്റ്റഡി ചെയ്തിരുന്നു. അവിടെ അത് നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പോലെ ഞാൻ ലക്ഷദ്വീപിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷന് പോയിരുന്നു. ലക്ഷദ്വീപിൽ നിങ്ങൾക്കറിയാം, അവിടുത്തെ ഏത് പൗരൻ്റെ വിവരങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. സർവേ നമ്പർ, വിസ്തീർണം, തണ്ടപ്പേരൊക്കെ കിട്ടും. ഇന്ന് നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിൻ്റെ മേഴ്സി വേണം, അതല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ പോയി കാണാം. അതിൻ്റെ കാര്യം എന്താണ്? ഇത് ഈ കേരളത്തിൽ എല്ലാ കാര്യങ്ങളും കാര്യക്ഷമമായി നടക്കുന്നു എന്നാണല്ലോ നമ്മൾ അവകാശപ്പെടുന്നത്. ഇവിടെയൊക്കെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്തതിന് അടിസ്ഥാന കാരണം എന്താണ്? അത്രയ്ക്ക് സങ്കീർണമാണോ കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾ? ഈ സർവേ എന്ന് പറഞ്ഞാൽ 1970 ആരംഭിച്ചതാണ്. 70 കോഴിക്കോട് ജില്ലയിൽ തന്നെ 118 വില്ലേജിൽ 14 വില്ലേജിലെ മറ്റേ ആയിട്ടുള്ളൂ. ഇന്ന് വില്ലേജിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 1905 അല്ല 1935 രണ്ടാമത് പറഞ്ഞ സർവേൻ്റെ റെക്കോർഡുകളാണ് കോഴിക്കോട് ജില്ലയിലെ വില്ലേജുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ നരിക്കുനി വില്ലേജ് സർവേ നമ്പർ 1 ഉദാഹരണം സാമൂതിരി മഹാരാജാവിൻ്റെ പേരിൽ 1000 ഏക്കറാണ് കിടക്കുന്നത്. അത് 1935 സാമൂതിരി ഒരാളായിരുന്നെങ്കിൽ ഇന്ന് 1000 ഏക്കറിൽ 4000 5000 ഹോൾഡിങ്സ് വന്നിട്ടുണ്ടാവും. ഈ ഹോൾഡിങ്സിൻ്റെ ഓണർ ആരാന്ന് വില്ലേജ് ഓഫീസർക്ക് പോലും അറിയില്ല. അതിൻ്റെ രേഖകളും വില്ലേജിലില്ല. അപ്പോൾ ഇതൊക്കെ ആളുകൾ വരുന്നതിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് ഇവർ കുറേ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ആർക്കും പോയി നോക്കലും പ്രായോഗികമല്ല. കാരണം 3000 ഏക്കറുള്ള ഒരു വില്ലേജിനും പിന്നെ 3 സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു ചെറിയ വില്ലേജും 40 സ്ക്വയർ മീറ്ററുള്ള വില്ലേജും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ സ്റ്റാഫേറ്റാണ് ഒന്നാണ്.
അപ്പം ഇത്തരത്തിലുള്ള ഭൂമിയുടെ കൈമാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമില്ല. ഇത് പരിഹരിക്കാനാണ് 970 തീർച്ചയായും ഒരു അതാണ് ശ്രീ ചന്ദ്രൻ, ഇത് തന്നെയാണ് സമഗ്രമായ അഴിച്ചുപണിയില്ലാതെ ശാസ്ത്രീയമായ ഒരു സമീപനമില്ലാതെ കേരളത്തിലെ ഭൂപ്രശ്നം, ഈ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ ഇതിൽ വരുത്തുക എന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. അദ്ദേഹം ഇവർ എല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു ഏകാഭിപ്രായമാണ് താനും. ഈ 5 വർഷം കൊണ്ട് അത് നടപ്പാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുടെ മുന്നണി പരമാവധി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ വില്ലേജിലെ ചില ഉദ്യോഗസ്ഥന്മാർ സൂത്രപ്പണി കാണിച്ച് കൈമടക്ക് വാങ്ങാനുള്ള ഒരു സാഹചര്യമാണല്ലോ നിലനിൽക്കുക. അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ. സർക്കാരിന്റെ നിലപാട് എന്തായാലും ഇത് മേടിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കി കൊടുത്തിരിക്കുന്നു സർക്കാർ. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഒന്ന്, കൃത്യമായ റീസർവേ സംവിധാനങ്ങൾ പൂർത്തിയാക്കുക. ഭൂമിയുടെ രേഖകൾ, ഇപ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളിൽ ഈ സംവിധാനത്തെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുക. ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകുക. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ശരിയാണ്. സാമൂതിരിയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ദേവസ്വത്തിൻ്റെ പേരിലൊക്കെയാണ് കേരളത്തിലെ ഭൂമി ഇപ്പോൾ കിടക്കുന്നത്. മലബാറിലെ ഏറ്റവും വലിയ പ്രശ്നം മലബാറിലാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ളത്. എങ്ങനെയാണ് പിന്നെ ഇതിന് ഈ രേഖകൾക്കൊക്കെ നിയമപ്രാബല്യം? മരിക്കുന്നത് വരെ ഇതിനൊരു നിയമപ്രാബല്യം ഇല്ല. അദ്ദേഹം എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങി, നിരാഹാര സമരം ഇരുന്നു, എല്ലാം ചെയ്തു. അപ്പോഴൊന്നും ഇത് പ്രശ്നം സോൾവ് ആയില്ല. മരിച്ചപ്പോൾ സഡനായിട്ട് ഇവിടെ ഈ പറയുന്ന രേഖകളൊക്കെ ക്ലിയർ ആയെങ്കിൽ ഇത് ആരുടെ അനാസ്ഥയാണ്? 1965 തുടങ്ങിയ റിസർവേ പരിപാടിയാണ്. 52 വർഷം കഴിഞ്ഞു. 1664 വില്ലേജാണ് കേരളത്തിലുള്ളത്. 874 വില്ലേജ് മാത്രമാണ് റിസർവേ കഴിഞ്ഞ്. 770 വില്ലേജ് ഇനി തീരാനുണ്ട്. ഈ 884 വില്ലേജ് റിസർവേ കഴിഞ്ഞാൽ 7.5 ലക്ഷം പരാതികളാണുള്ളത്. ഈ 52 വർഷമായിട്ട് ഒരു സംവിധാനത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? 500 വർഷം കഴിഞ്ഞാലും ഇത് ഇതേ രീതിയിൽ തന്നെയല്ലേ നിൽക്കുക? ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ നികുതി അടയ്ക്കാൻ കഴിയുന്ന മട്ടിൽ അത്ര ലളിതമായിരുന്നു ന്യായീകരിക്കപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ. എന്നതാണ്. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്, പ്രേക്ഷകരിലേക്ക് പോകാം. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ആത്മഹത്യയിലൂടെ ആ ഭൂമിക്ക് മേലുള്ള എല്ലാ പ്രശ്നങ്ങളും, സർക്കാരിൻ്റെ എല്ലാ എതിർവാദങ്ങളും അവസാനിച്ചു എന്ന ഒരവസ്ഥയുണ്ടായിരിക്കുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പൂർണ്ണമായും തന്നെ പറയാൻ പറ്റും, ആ കൃഷിക്കാരനോട് ഈ ഉദ്യോഗസ്ഥൻ പെരുമാറിയ ഏറ്റവും മോശമായ രീതിയിൽ. ഞാൻ സർവീസിലുള്ളിടത്തോളം കാലം നിങ്ങളുടെ ഭൂമിക്ക് കരം എടുക്കുന്നതല്ല എന്ന് അദ്ദേഹം തീർത്ത് പറയാം. അപ്പോൾ ആ കൃഷിക്കാരൻ്റെ ജീവിതം നിശ്ചയിക്കുവാൻ, അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള എല്ലാ കഴിവും സ്വാധീനവും അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കാം. ഈ അവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ എത്തിച്ച ആ സംഭവത്തെ, ആ പ്രശ്നത്തെ വിചാരണ ചെയ്യുക എന്നതാണ് ഈ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ മലബാറിലെ ആളുകൾ പ്രത്യേകിച്ച് വല്ലാതെ ബഹുമാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബഹുമാനം വല്ലാതെ കൂടിപ്പോയിരിക്കുന്നു. ഇവരാണെങ്കിലോ ഒരു പാവപ്പെട്ട മനുഷ്യന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ചെയ്യാൻ കഴിയാത്ത ഒരാൾ കയറി വന്നാൽ എങ്ങനെയൊക്കെ അവനെ പരിഹസിക്കാം, അവനെ മൊയന്തനാക്കാം, അങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയാണ്. ഇവരൊരു പ്രത്യേക ജാതിയായി മാറിയിരിക്കുകയാണ്. കാരണം ഈ 5ാം ശമ്പള കമ്മീഷനിലൂടെ ഇവരൊക്കെ മേടിച്ചു കൂട്ടുന്ന ശമ്പളത്തിന് കയ്യും കണക്കുമില്ല. ഇവിടുത്തെ പാവപ്പെട്ട എത്ര ആളുകൾ അധ്വാനിച്ചാലാണ് ഇവരെയൊക്കെ ഓരോരുത്തരെ പോറ്റാൻ വേണ്ടി സാധിക്കുക? അപ്പം ഈ ആളുകൾ ഇവരുടെ ജീവിതങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ഉദാഹരണം നമ്മളിവിടെ കണ്ടു. നിസ്സഹായരാവുകയാണ് ജനങ്ങൾ. ആ നിസ്സഹായാവസ്ഥ ഗവൺമെൻറ്റിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തുകൊണ്ട്? ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത് സ്വതന്ത്രമായ വിവരങ്ങളല്ല. ഗവൺമെൻറ് ഈ ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന വിവരം മാത്രമാണ് ഗവൺമെൻറ് വിവരമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. സമൂഹത്തിൽ നിന്ന് വിവരം ശേഖരിക്കാൻ ഗവൺമെൻറ്റുകൾ തയ്യാറല്ല. ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കുന്ന തരത്തിൽ ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യ ചെയ്ത കർഷകൻ്റെ പ്രശ്നങ്ങൾ. വെള്ളറട വില്ലേജിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. സാംകുട്ടി അവിടെ ആത്മഹത്യ ചെയ്യാൻ പോയതാണ്. എത്ര ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം ഇതേപോലുള്ള പരാതികളുമായി പോയിട്ടുണ്ട്? ഈ ജനസമ്പർക്ക പരിപാടികളിൽ ആ പരാതിക്ക് ഉത്തരം കൊടുത്തിരുന്നോ? ഇല്ല. പക്ഷേ കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വരികയും റവന്യൂ മിനിസ്റ്റർ ഉൾപ്പെടെ ഈ LDF സർക്കാർ ആ ഫയൽ പരിശോധിക്കുകയും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പ്രാവശ്യമാണ് ആ ഫയൽ, ആ ഭൂമി എൻക്രോച്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചത്. വീണ്ടും 3ാമത്തെ പ്രാവശ്യം തിരിച്ചയച്ചപ്പോൾ 1969 BTRൽ ഇദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് സിദ്ധിച്ചതാണ് ഈ ഭൂമി എന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കരം വാങ്ങിക്കുകയും ചെയ്തു. ഇതിന് തീരുമാനമെടുത്തതാരാണ്? കേരളത്തിലെ LDF സർക്കാർ. ഇതിന് ശേഷം കേരളത്തിൽ PSCയിലൂടെ സർവീസിൽ വരുന്നവർക്ക് ഒരു
അവരുടെ ആസ്തി എത്രയാണോ അത് സർവീസ് രജിസ്റ്ററിൽ ചേർത്തിരിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ച സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. അതിനുശേഷം ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിലെ ജീവനക്കാർ ചെമ്പനോട് വില്ലേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ആ നികുതി സ്വീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കളക്ടർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് പരിശോധിക്കപ്പെടേണ്ടതാണ്. തെറ്റ് ചെയ്തെന്നല്ല. 28-ാം തീയതി വിചാരണയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കേസ്, പിന്നെ ഈ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർ എന്തിനാ ഈ ഓഫീസുകളിൽ ഇരിക്കുന്നത്? എല്ലാ സ്ഥലത്തും കളക്ടർ ഇനി ഇതേപോലുള്ള തർക്കമുള്ള വസ്തു എത്രയുണ്ട് അവിടെ? ആ സാഹചര്യം ഒരു ദിവസം കൊണ്ട് ആ ഫയലിന്മേലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നികുതി സ്വീകരിക്കാൻ തീരുമാനിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് ശേഷം അത് ആര് തീരുമാനിച്ചു, എങ്ങനെ തീരുമാനിച്ചു, അങ്ങനെ തീരുമാനിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇതിൽ 2014 നവംബർ മാസത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഈ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് പരാതി. അല്ല, അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ നികുതി സ്വീകരിച്ചിരുന്ന ഭൂമി കൂടിയാണ്. അവിടെയാണ് സംശയം വരുന്നത്. അത്തരത്തിലൊരു ഭൂമിയിൽ നിന്ന് 80 സെന്റ് ഭൂമി ഭാര്യ മോളി തോമസിന് ദാനാദാനം ചെയ്യേണ്ടുന്ന അവസ്ഥ എന്തായിരുന്നു? ശരിയായിരിക്കാം. ദാനാധാരം ചെയ്തപ്പോൾ ഈ രജിസ്ട്രേഷൻ ആധാരം ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നികുതി അടച്ച അടച്ച റെസിപ്റ്റ് വേണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ തോമസ് എന്ന ഈ ഭരണകൂടത്തിന്റെ മനോഭാവം ഞാൻ പറഞ്ഞത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ തോമസ് എന്ന കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് ഗവൺമെന്റിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം ചെയ്തൊരു പ്രക്രിയയാണ് എന്ന് ഭരണകൂടം സംശയിക്കുന്നു എന്ന ആരോപണം ഞാൻ തുടക്കത്തിൽ ഉന്നയിച്ചതിന് അടിവരയിടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സലേഷ് തോമസ് തന്നെ പറഞ്ഞു ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് ഈ പ്രശ്നങ്ങളെ കൊണ്ട്. ഈ ക്ലറിക്കൽ മിസ്റ്റേക്കിന് ആരാ ഉത്തരവാദി എന്ന് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള സംവിധാനം കേരളത്തിലില്ലേ? തഹസിൽദാരുണ്ടല്ലോ, ഇതാരാണ് വെറുതെ ഒരു ഫോറസ്റ്റ് എന്നുള്ള വാക്ക് ചെമ്പനോട് ഇഷ്യൂവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നികുതി വാങ്ങാത്തതിന്റെ സങ്കീർണതയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് അന്വേഷിക്കാൻ വേണ്ടി കൃത്യമായി ചുമതലപ്പെടുത്തി ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ. ഞങ്ങൾ ആ നടപടിയെടുക്കുന്ന ഗവൺമെന്റിന്റെ സമീപനത്തോടൊപ്പം നിൽക്കും. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, സർക്കാർ ജീവനക്കാരെന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരായ ഒരു അമ്മ പെറ്റ് ഈ വില്ലേജ് ഓഫീസിലേക്ക് അയക്കുന്ന ആളുകളല്ലോ. ഇവിടുത്തെ കർഷക തൊഴിലാളികളുടെ മക്കളാണ്, സാധാരണക്കാരന്റെ മക്കളാണ്, മത്സ്യബന്ധനക്കാരന്റെ മക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തെ ഞാൻ പറയട്ടെ, ഈ അവതരണത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ചെറിയൊരു ശതമാനത്തെ ചൂണ്ടിക്കാണിച്ച് ഈ സർവീസ് ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് പകരം ആ ചെറിയ ശതമാനത്തിന് ഇന്ന് വരെ എത്ര ശിക്ഷ മേടിച്ചു കൊടുത്തു? ഈ 140 ആളുകളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു, ഒരാളെ ഡിസ്മിസ് ചെയ്തോ? ഒരു ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടത് ഒരു സർവീസ് സംഘടനയുടെ ചുമതലയല്ല. പക്ഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു സർവീസ് സംഘടന എന്ന നിലയ്ക്ക് ഇങ്ങനെ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന ജീവനക്കാരെ ഒരു കാരണവശാലും സംരക്ഷിക്കുന്ന ഒരു അനുഭവവും അർഷൻ ചൂണ്ടിക്കാണിക്കട്ടെ. കോടികൾ കട്ടി കൃത്രിമത്വം ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്ത് ആക്ഷനാണ് കേരള ചരിത്രത്തിലുണ്ടാക്കിയത്? ഒരു സസ്പെൻഷൻ, 6 മാസം സസ്പെൻഷൻ അല്ലാതെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിവരാവകാശ പ്രകാരം നേടിയതാണ് 549 ഉദ്യോഗസ്ഥരാണ് ഫൈൻ അടച്ച് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. 549, 40 ലക്ഷം രൂപയാണ് ആ ഫൈൻ സംഖ്യ. ഇങ്ങനെ സംഭവം ഉണ്ടായി, കലക്ടർ ഇടപെട്ടു, നികുതി അടപ്പിച്ചു, നല്ല കാര്യം. അതുപോലെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ സാങ്കേതികത്വം വിട്ട് കലക്ടറോ ഉദ്യോഗസ്ഥന്മാരോ ആരോ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ പരിഹരിച്ചതിന് ഞാൻ തെറ്റു പറയുന്നില്ല. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ ഇരിക്കുകയല്ലേ, ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് എന്ന തോന്നൽ തന്നെയാണ് ഈ കേസിൽ പോലും. ഈ ആത്മഹത്യക്ക് ശേഷം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിൽ പോലും ആ ചിന്തയാണ് നിങ്ങളെ ഭരിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംസാരിച്ചത്. കാരണം ഇതുപോലുള്ള തർക്കഭൂമി ഇനിയും അനേകം കിടക്കുന്നുണ്ട് ഓരോ പ്രദേശത്തും. ഇവിടങ്ങളിലുള്ള നികുതി വാങ്ങിക്കുന്നതിന് ഈ വില്ലേജ് ഓഫീസർമാർക്ക് മതിയായ നിർദ്ദേശങ്ങൾ കൊടുക്കാതെ വാങ്ങിക്കാൻ ആശങ്ക പോണ്ടിരിക്കുകയാണ് ഇവരൊക്കെ തന്നെ. വളരെ ലളിതമായ ഒരു സംശയമാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ദാനാധാരം കൊടുത്തത്? ഈ ഭൂമി ദാനാധാരം കൊടുത്തത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ വിഷയം ഒന്ന് പരിഹരിക്കാൻ എത്ര കാലപരിധി വേണം, അല്ലെങ്കിൽ ആ വിഷയം എഴുതി കൊടുക്കാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട്? ഇതാണ് വിഷയം. എഴുതി കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്?
കൊയിലാണ്ടി തഹസിൽദാരാണ് ഇതിന് വിവരം ഡിസിഷൻ മരിച്ചുപോയ എടുക്കേണ്ടത്. മനുഷ്യനോട് അത് പറഞ്ഞ് അദ്ദേഹത്തിന് 28-ാം റൂട്ട് തിരിച്ചു കൊടുക്കാൻ തീയതി പറ്റിയില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, നിങ്ങൾ തഹസിൽദാരെ പോയി കാണും, പരിഹരിക്കാം എന്ന് ജീവനക്കാരന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അപാകത വന്നിട്ടുണ്ടെങ്കിൽ എന്നല്ല, മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇത്തരം പ്രവണതയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് താങ്ങായി വരുന്നത്. ഒരു തെറ്റ് ചെയ്ത ആളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംവിധാനമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ന്യൂനപക്ഷമാണ് അവർക്ക് പേരിൽ 140 ആളുകളെ പിന്നെ സസ്പെൻഡ് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാനുള്ള പരിശ്രമം ആ ആത്മഹത്യ നടന്ന ഇടങ്ങളിൽ നടന്നതിനേക്കാൾ മാരകമായ രീതിയിൽ ഇവിടെ നടക്കുക. ഇവിടെ ആ സുഹൃത്ത് പറയുന്ന വികാരം ശരിയാണ്. അതൊരു കൃഷിക്കാരൻ്റെയും ജനങ്ങളുടെയും വികാരമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഏത് ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്? ഇവിടെ അഴിമതി നടക്കുന്നവരുടെ പേരിൽ നടപടി സ്വീകരിച്ചോ എന്നുള്ള ചോദ്യത്തിന് എത്ര ആളുകളുടെ പേരിൽ നടപടി സ്വീകരിച്ചു? ഇപ്പം നികുതി സ്വീകരിച്ചതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. കൃഷിക്കാരന് തൻ്റെ ഭൂമിക്ക് നികുതി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാം, നികുതി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് ആശങ്കകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ. അതല്ലാതെ ഇതാണ് നമ്മുടെ മുഖ്യ വിഷയം എന്ന രീതിയിൽ കാണരുത്. പ്രശ്നം എന്താണ്? ഒരു പ്രശ്നം ഉണ്ടായി, അതിന്റെ രേഖകൾ ശരിയല്ല എന്നാണെങ്കിൽ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് പ്രശ്നം. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി എങ്ങനെയാണ് ആ തീരുമാനം ഉണ്ടായത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ബാക്കി താഴെയൊക്കെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ. നൽകിയ മറുപടിയുടെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതുൾപ്പെടെയുള്ള ഈ കൃഷിക്കാരൻ്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള ഭൂമിയുടെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണം. ആ കൂട്ടത്തിൽ അന്വേഷിക്കട്ടെ. എന്തായാലും നികുതി സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചല്ലോ. ഞാൻ പറഞ്ഞത് ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയിലാണ്. പക്ഷേ ജീവൻ പോയി എന്നുള്ളതാണല്ലോ വലിയ പ്രശ്നം. ജീവൻ പോയി, ജീവൻ ഒരുപാട് ആളുകളുടെ ജീവൻ പോകുന്നു. ജീവൻ പോകാതെ ജീവിക്കുന്ന ജീവിക്കുന്ന ആളുകളുണ്ട്. ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ളത് ഒരു ജീവൻ നഷ്ടപ്പെട്ട ദൗർഭാഗ്യകരമാണ്. കേരളത്തിന്റെ ഒരു സാംകുട്ടിയുടെ അനുഭവം മനസ്സിലുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അടുത്തൊരാളോട് ഈ നിലയ്ക്ക് പെരുമാറില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ഒരു ചിന്തയുണ്ടല്ലോ, ഇപ്പോഴത്തെ ജോയിയുടെ ആത്മഹത്യ, തോമസ് ജോയിയുടെ ആത്മഹത്യ ഇനി നാളെ മുതൽ ഒരു ഉദ്യോഗസ്ഥന്റെയും മനസ്സിലുണ്ടാവില്ല. നാളെയും നമുക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാം. ഇതിൽ തീർച്ചയായും കേരളീയ സമൂഹത്തിന്റെ ഭാഗമായ പരിച്ഛേദമായ ജീവനക്കാരിൽ ഈ ആത്മഹത്യ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിർബന്ധമായും അവരൊരു പുനർവിചിന്തനത്തിന് ഉണ്ടാവണം എന്ന് തർക്കമറ്റ വസ്തുതയാണ്. സർവീസിൽ ഒരു മാറ്റം വരണം. അത് എൻ്റെ സുഹൃത്ത് പറഞ്ഞ നിലപാടിനോട് ഞാൻ ചോദിക്കുകയാണ്. അതിനോട് യോജിക്കുകയാണ്. കേരളത്തിലെ ജീവനക്കാർ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈ സിവിൽ സർവീസ് മാറണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് ഞാൻ. അവിടെയുള്ള കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ, അവിടെയുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി ആ പ്രശ്നത്തെ സമീപിക്കും. ഈ ചെമ്പനോട വിഷയം മാത്രമല്ല ജീവനക്കാരെ സംബന്ധിച്ചോളൊന്ന് ബാധിക്കുന്നത്. ചെമ്പനോടയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പം കലക്ടർ നീതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് തർക്കം വന്നല്ലോ. കലക്ടർ നീതി കൊടുക്കാനുള്ള എന്ത് തീരുമാനം എടുക്കാനും തഹസിൽദാരേക്കാളും വില്ലേജ് ഓഫീസറേക്കാൾ ഉയർന്ന പദവിയിൽ, അത് അപ്പീലേറ്റ് അതോറിറ്റിയാണ് കലക്ടർ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട കലക്ടർ എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള താലൂക്ക് ഓഫീസിലെയും വില്ലേജ് ഓഫീസുകളിലെയും കാര്യങ്ങൾ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. അത് നടക്കട്ടെ. അതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ ഏറ്റവും വിഷമകരമായ അനുഭവമാണ് നമ്മളെ കർഷകൻ ആത്മഹത്യയിലുണ്ടായിട്ടുള്ളത്. അത് അംഗീകരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഈ നികുതി കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുതുകാടുള്ള ഒരാൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. മിച്ച ഭൂമിയുള്ള ഭൂമിയാണ്, നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയും ആ സമയത്ത് നിലനിന്നിട്ടുണ്ട്. ഈ ഭൂമിയുടെ കാര്യത്തിൽ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് ന്യായീകരിക്കുകയല്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഗവൺമെന്റോ അതുമായി ബന്ധപ്പെട്ട കക്ഷികളോ പരിശോധിച്ച് നടക്കട്ടെ. ഇവിടെ എന്താ വിഷയം? വില്ലേജ് ഓഫീസുകളിലെ ജീവനക്കാർ അഴിമതിക്കാരാണോ? എല്ലാ ജീവനക്കാരെയും അഴിമതിക്കാരായി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല. ഒന്ന്, കേരളത്തിലെ വില്ലേജ് ഓഫീസുകളിൽ ഭൂമി സംബന്ധമായ കാര്യം മാത്രമല്ല വില്ലേജ് ഓഫീസുകൾ നടക്കുന്നത്. വില്ലേജ് ഓഫീസുകളിൽ നൂറുകണക്കിന് മറ്റനവധി കാര്യങ്ങൾ ഇന്നലെ പാസ്സായ ഒരു കുട്ടി SLC ബുക്കുമായി ബന്ധപ്പെട്ട് അവിടെ വരികയാണ്. ഇതാ ജാതി പറഞ്ഞു കൊടുക്കാൻ യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ?
ആ സർട്ടിഫിക്കറ്റിൽ ജാതി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അഡ്മിഷൻ നടത്തിയാൽ ആയിരക്കണക്കിന് കുട്ടികൾ പരിപാടികളാണ് വരുന്നത്. ജീവനക്കാർക്ക് പൊതുവായി ജോലി ചെയ്യാൻ കഴിയാത്ത നൂറുകണക്കിന് പരിപാടികളാണ് വില്ലേജ് ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി, അതായത് അന്നത്തെ 5 ആളുകളെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനാവാത്ത ഒരു സാഹചര്യം അതായത് ആളുകളെ അപമാനിക്കാമെന്നും അവരുടെ ജീവൻ ചോദിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു നേരിയ ശതമാനം ജീവനക്കാരല്ലാതെ ആളുകളെ അപമാനിക്കുന്ന പോലെ സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയായ രീതിയല്ല. ഞങ്ങൾക്ക് പറയാൻ എല്ലാവരും മോശക്കാരാണ് ഞങ്ങൾ പറയുന്നില്ല. എല്ലാവരും മോശക്കാരാണ് ഒരിക്കലും പറയില്ല. അങ്ങനെയാണെങ്കിൽ കേരളം നിലനിൽക്കുമോ മോശക്കാരാണെങ്കിൽ? ജനങ്ങളോടുള്ള പെരുമാറ്റം ഏകദേശം ചെമ്പനോടയിലെ പെരുമാറ്റം തന്നെയാണ്. വലിയ ജോലിഭാരമാണ് അടിസ്ഥാന പ്രശ്നം. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന വാദത്തോട് താങ്കൾക്ക് യോജിക്കാൻ കഴിയുമോ? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റും കൂടിയാണ്. ഇപ്പം വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് വെള്ളപ്പൊക്കത്തിന്റെ കാര്യം ചെയ്യാണ്ട് അന്നേരം റവന്യൂ റിക്കവറിക്ക് പോയാൽ ശരിയാവോ? അതേമാതിരി തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാലഘട്ടത്തിൽ ഇപ്പം ജൂൺ മുതൽക്ക് സെപ്റ്റംബർ വരെ വില്ലേജ് ഓഫീസറിലേക്ക് ചെന്നാൽ ഒരു കല്യാണത്തിൻ്റെ ആളുണ്ടാവും അവിടെ. സർട്ടിഫിക്കറ്റിൻ്റെ തിരക്കാണ്. അപ്പം സർട്ടിഫിക്കറ്റ് നിർത്തി വെച്ചിട്ട് ഞാൻ കുറച്ച് നീതി പിരിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ സംസ്കാരത്തിന്റെ ജോലിയുടെ അത് ഗവൺമെന്റിൽ പറയുകയും അവിടെ പരിഹാരം കാണുകയും ചെയ്യണം. പക്ഷേ ജോസഫ്മാരെ കൊല്ലാനുള്ള കാരണമായി മുഴുവനാക്കട്ടെ. അപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വർക്ക് ലോഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതൊക്കെ തന്നെയും ആർക്ക് ബാധകമല്ല? ഈ സേവനത്തിന് വരുന്ന കുട്ടിക്ക് നാളെ എൻട്രൻസിന് അപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ആ കുട്ടിക്ക് അപേക്ഷ കൊടുക്കേണ്ടത് അയാളുടെ അവകാശത്തിൻ്റെ ഭാഗം. അത് നിഷേധിച്ച് അവിടെ അവസരം നമ്മൾ നിഷേധിക്കുന്നത് ശരിയല്ല. ഇത് രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തന്ത്രമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഉദ്യോഗസ്ഥരെ അലട്ടുന്ന വിഷയം കൂടിയുണ്ട്. കാരണം ഇതിലൊരു ഇപ്പോൾ വളരെ പെട്ടെന്ന് കർഷകൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ആവശ്യവുമായി വരുന്നയാൾ ആഗ്രഹിക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ ആ തീരുമാനം പിഴച്ചാൽ, ആ തീരുമാനത്തിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏൽക്കേണ്ടി വരിക ആ ഉദ്യോഗസ്ഥനായിരിക്കും എന്ന അവസ്ഥയുണ്ട്. ഭൂമിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന് ഓഫീസിൽ വരുമ്പോൾ ശരിയായ രീതിയിൽ സംസാരിച്ചാൽ തന്നെ ഈ വരുന്ന ആൾക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാവും. പക്ഷേ വെറുപ്പോടും മറുപ്പോടും കൂടിയുള്ളൊരു സമീപനവും ഒരു ശത്രുതാ മനോഭാവം, എനിക്ക് പൈസ കിട്ടിയാലോ ചെയ്യുള്ളൂ എന്നുള്ള തുറന്നടിച്ചുള്ള സമീപനമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങളെ കടലാസിൽ ഇങ്ങനെ തകരാറുണ്ട്, അതിനാണ് ഹെൽപ്പ് ഡെസ്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഹെൽപ്പ് ഡെസ്ക് വരട്ടെ, ഒരാളുടെ പ്രശ്നം എന്താണെന്ന് അയാൾക്ക് മാന്യമായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അയാളിത് സോൾവ് ചെയ്യാൻ ചെയ്യാറാവും. ഇതല്ലാതെ വെറുതെ നടത്തിക്കലാണ് ഇവരുടെ തനി സ്വഭാവം. അതാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. വ്യക്തമായി ഈ ഫോറസ്റ്റ് അങ്ങനെ എഴുതി വെച്ച കാര്യം തോമസിനോട് പറഞ്ഞിട്ട് തോമസ് അത് എവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ യജമാനന്മാരെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. അവർ നികുതിദായകരാകൊണ്ടാണ് ഞങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത്. അർഷൻ, ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിങ്ങളത് കാണാതിരിക്കുക. ഞാൻ 4 ലക്ഷം ജീവനക്കാരിൽ ഒരു സലീഷ് തോമസിനെയോ ഏതെങ്കിലും വെള്ളറടയിലെ ഒരാളെയോ എടുത്തുകൊണ്ട് ഇതാണ് എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അല്ലാത്തവരുണ്ട്. ഒരാളാണെങ്കിലും ഈ സുഹൃത്ത് പറയുന്ന ഈ ജനങ്ങളെ ബഹുമാനിപ്പിക്കുന്ന ആ തരത്തിലേക്ക് വരണമെന്നത് തർക്കമറ്റ വസ്തുതയാണ്. കേരളത്തിൽ LDF ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾ സംഘടന ഇടപെടുന്നത് അതിനു വേണ്ടിയാണ്. അതല്ലാതെ ഉള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ, സമൂഹം ഒറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കുമെന്നുള്ളതാണ്. ചോദിച്ചത് ഒരു സംഘടന എന്ന നിലയ്ക്ക് അവകാശങ്ങളെ കുറിച്ച് പറയാനും ആ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ കൈകളായി ഒട്ടേറെ സംഘടനകളുണ്ട് സർവീസ് സെക്ടറിൽ. പക്ഷേ ആ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതാണ്ട് സഭ മദ്യനിരോധനത്തെ കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണ്. അവരുടെ ഒപ്പമുള്ളവരെ നന്നാക്കുന്നതിന് പക്ഷേ ആ നിലയ്ക്ക് എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി അറിയാനില്ല. കർഷക സുഹൃത്ത് കുറെ നേരമായി പറയുന്നു, വയനാട് ജില്ലയിൽ അഴിമതിക്ക് നടപടിയെടുത്ത ജീവനക്കാരനെ ഏതെങ്കിലും NGO യൂണിയന്റെ ഏതെങ്കിലും നേതാക്കന്മാർ സംരക്ഷിച്ചു? എനിക്കറിയാം. എന്റെ സുഹൃത്ത് റേഷൻ കട നടത്തുന്നതാ. 1300 റുപ്യ മാസം സിവിൽ സപ്ലൈ ഓഫീസിൽ മാസം ഈ റേഷൻ കടക്കാരൻ കൈക്കൂലിയായി കൊടുക്കണം. 300 റേഷൻ കട ഉണ്ട് വയനാട് ജില്ലയിൽ. 3,00,000 ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ തള്ളിപ്പറയില്ല. തീർച്ചയായും വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ ഒരു ചെറിയ ഇടവേള കൂടിയാണ്. അതുകൊണ്ടാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞോളൂ. ചെമ്പനോട്ടെ വ്യക്തിയുടെ അയാളുടെ ഭൂമി 1 ഏക്കർ 80 സെൻറ്റ് എന്നുള്ള അങ്ങനെ ഇൻഡിവിജ്വൽ ആയുള്ള കേസുകൾ കുറേ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഭയാനകമായ ഒരുപാട് പ്രശ്നം ഉണ്ട്. വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഉണ്ട്. കാരണം ഫ്രജൈൽ ലാൻഡ്,
പിന്നെ നോട്ടിഫിക്കേഷനിൽ വരുന്ന ഭൂമി, ഇത്തരത്തിലുള്ള ഭൂമികളൊക്കെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നിർദ്ദേശം അതത് പല വില്ലേജ് ഓഫീസർമാർ അവരുടെ വില്ലൻ ഫാൻസിക്ക് അനുസരിച്ച് വ്യാഖ്യാനിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി ഇത്തരത്തിലുള്ള ഭരണതലത്തിലുള്ള ഒരു തീരുമാനം മുകളിൽ വരണം. അതേമാതിരി തന്നെ വ്യക്തിപരമായിട്ടുള്ള വരുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ അദ്ദേഹം ഒരു വില്ലേജ് അസിസ്റ്റന്റ് മാത്രം അതിൽ കുറ്റക്കാരനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പിന്നെ കളക്ടർ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അല്ല, ആ കാര്യത്തിൽ താങ്കളുടെ ഒരു നിലപാട് അറിയണം. കാരണം എങ്ങനെയാണ് ഒരു ഒറ്റ ദിവസം കൊണ്ട് കളക്ടർക്ക് ഈ ഭൂമിയിൽ പ്രശ്നമില്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അത് അന്വേഷണം നടത്തി തീരുമാനമെടുത്ത കളക്ടർ ആ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ എന്തായാലും ഈ വിഷയത്തിന് അല്ല, അതെന്തുകൊണ്ടാണ് ഇവരാരും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരും കടക്കുന്നില്ല, താങ്കളും കടക്കുന്നില്ല, ആരും കടക്കാത്ത? കളക്ടർ എന്തൊക്കെ രേഖകളാണ് പരിശോധിച്ചത്, ആ തീരുമാനം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് പറയേണ്ടത്. നമ്മൾ അതിനെപ്പറ്റി ക്രിറ്റിസൈസ് അനുകൂലമോ പ്രതികൂലമോ പറയുന്നത് ശരി. എന്തായാലും കളക്ടറുടെ തീരുമാനം അദ്ദേഹം അതിൻ്റെ സുപ്രീം അതോറിറ്റി എന്നുള്ള നിലയിൽ, ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ തെളിവുകളൊക്കെ എടുത്തിട്ടായിരിക്കും എന്ന് മാത്രമേ എനിക്കതിൽ പറയാൻ പറ്റൂ. പക്ഷേ അതേമാതിരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു വില്ലേജ് അസിസ്റ്റന്റ് മാത്രമല്ല, അവിടെ ഒരു വില്ലേജ് ഓഫീസറുണ്ട്, തഹസിൽദാരുണ്ട്, ഇവരൊക്കെ തന്നെയും ഈ കാര്യങ്ങൾക്ക് കാരണം നീണ്ടു നിൽക്കുന്ന 1-2 കൊല്ലമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതാണ് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ശ്രീപ്രകാശ്, ഒരു പ്രധാന പ്രശ്നം ഈ വിഷയം മാത്രം എടുത്ത് ചർച്ച ചെയ്യുമ്പോഴും നമുക്കൊരു ഈ വിഷയത്തിലേക്ക് വന്നാൽ തന്നെ ഒരു വില്ലേജ് അസിസ്റ്റന്റ് മാത്രം വിചാരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വില്ലേജ് അസിസ്റ്റന്റിന് ഒരു കർഷകന്റെ ജീവനെ ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. ബാക്കി മുഴുവൻ സംവിധാനങ്ങളും അപ്പോൾ ഈ നിലയ്ക്ക് തന്നെയാണോ ആ കർഷകനോട് പ്രവർത്തിച്ചത് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ജനങ്ങളോട് താല്പര്യമുള്ള സമീപനങ്ങൾ പുലർത്തേണ്ടത് അതാത് കാലത്ത് ഗവൺമെൻറ്റാണ്. അത് പറയുമ്പോൾ ഒരു വർഷം മുമ്പ് ഞങ്ങളെ ഗവൺമെൻറ് ആയിരുന്നില്ലേ എന്നുള്ള മറുചോദ്യം കൊണ്ട് അതിനെ നേരിടാൻ പറ്റില്ല. ഏത് സർക്കാർ ഓഫീസും യജമാനും ഭൃത്യനും എന്നുള്ള നിലപാടല്ല ജീവനക്കാരും അത് ജനങ്ങളും തമ്മിലുണ്ടാവേണ്ടത്. ജനസൗഹൃദം. അവർ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഫയലിൻ്റെ അവസ്ഥ, എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, എന്താണ് സൗഹാർദ്ദപൂർവ്വം ജനങ്ങളോട് വർത്തമാനം പറയാനും അവരെ ബോധ്യപ്പെടുത്താനും അവർ പറയുന്നത് ജനങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനും ജനങ്ങളുടെ ഭാഗം തന്നെയാണല്ലോ ജീവനക്കാർ. നിങ്ങളുടെ ഒരു സംഘടന ഈ നിലയ്ക്ക് ഈ കറപ്ഷൻ ഒഴിവാക്കണം എന്ന നിലപാട് ഇത്ര കർശനമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സംഘടനയുടേതായ എന്തെങ്കിലും ഒരു സംവിധാനം ഈ അഴിമതി ഒഴിവാക്കാൻ വേണ്ടിയുണ്ടോ? ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും. കേരള NGO യൂണിയന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ ഒരാൾ അഴിമതിക്കാരനാണെന്ന് ഇവിടെ നിന്ന് സൂചിപ്പിച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കും, ഈ ചർച്ചയിൽ നിന്ന് അതല്ല പ്രശ്നം. ഒരാളെ പറയാമോ അങ്ങനെ പുറത്താക്കിയ ആളെ? അല്ല, NGO യൂണിയന്റെ ഉത്തരവാദിത്തപ്പെട്ട കേരള NGO യൂണിയന്റെ സംഘടനാ പ്രവർത്തകരായ കമ്മിറ്റി അംഗങ്ങളായ നേതാക്കന്മാരായ ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇയാൾ അഴിമതിക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സമൂഹം പറയുന്ന രീതിയിൽ നടപടി. അങ്ങനെയാണെങ്കിൽ NGO യൂണിയനിൽ പ്രവർത്തിക്കുന്നവർ ഒന്ന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നം പറയുമ്പോൾ നേരത്തെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകിച്ച് താക്കോൽ സ്ഥാനങ്ങളിൽ അഴിമതിയാണ് ആ സ്ഥാനങ്ങളിൽ വെക്കുന്നതിന് വേണ്ടിയുള്ള അംഗീകാരം എന്ന് കരുതി നിശ്ചയിച്ച ആളുകളൊക്കെ മാറ്റി. താക്കോൽ സ്ഥാനങ്ങൾ നിശ്ചയിച്ച ആളുകളൊക്കെ അഴിമതിരഹിതരാണ് എന്നുള്ള ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും, അഴിമതിക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും, ഒരു തർക്കവുമില്ല. ഗവൺമെൻറ്റിന് എങ്ങനെയാണോ ആ ഗവൺമെൻറ്റിനെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഉദ്യോഗസ്ഥരിലൂടെയാണ്. നിർഭാഗ്യവശാൽ ആ ഉദ്യോഗസ്ഥർ അവരുടേതായ ഒരു ശൈലിയിലാണ് പ്രവർത്തിക്കുക. ഏത് ഗവൺമെൻറ് മാറി വന്നാലും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യമായ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഈ കർഷക പ്രതിനിധികൾ ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം, ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ കഴിയും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയാൽ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? എല്ലാ ഭൂമിക്കും നികുതി സ്വീകരിക്കാനാവില്ല. ചില കേസിൽ ചെമ്പടോടെ വിഷയത്തിലേ വരുന്നില്ല. അതിൻ്റെ ഇപ്പം കാര്യങ്ങൾ നടന്നുകൊണ്ട് അതിൻ്റെ ഇത് പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഒരാൾ 10 സെൻറ്റ് ഭൂമി വളച്ച് കെട്ടിയിട്ട് ഞാൻ ഇതിനിപ്പോൾ നികുതി സ്വീകരിച്ചില്ലെങ്കിൽ കടൽ ചാടി ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നികുതി സ്വീകരിക്കാനോ സമാനമായ അവസ്ഥയല്ലല്ലോ. അതല്ല അതാ ഞാൻ പറഞ്ഞ ചെമ്പനോട് വിഷയമായിട്ട് മാത്രമല്ല വരാം. പക്ഷേ ചില ഭൂമികൾക്ക്, അതായത് ഇപ്പോൾ സർക്കാർ ഭൂമിയിൽപ്പെട്ട് ഒരു ഭൂമിയോട് ചേർത്ത് ചിലപ്പോൾ എൻക്രോച്ച്മെൻറ്റ് ഉണ്ടാവാം. ആ സമയത്ത് നികുതി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പരിശോധന നടത്തി, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നികുതി സ്വീകരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് പോകാനാവില്ല. ഈ ആത്മഹത്യക്ക് ശേഷവും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഇനി ഈ കളക്ടർ 28-ാം തീയതി കളക്ടർ വെച്ച യോഗത്തിൽ ആ നിലയ്ക്ക് സംസാരിച്ച് പിന്നീട് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയിലേക്കൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഭൂമിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇതെന്താണ് സംഭവിച്ചത്? ഇത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ ആ കരം സ്വീകരിക്കുന്ന നിലപാടുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അല്ല, അതിനപ്പുറത്തൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ട ഒരു തലം അവിടെ ഇല്ല എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കി. ഇല്ല, അദ്ദേഹം സൂചിപ്പിച്ച പോലെ അതായത് അതിപ്പം നികുതി സ്വീകരിച്ചിരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ സുപ്രീം അതോറിറ്റിയുടെ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അത് ഏതെല്ലാം രേഖകളാണ് പരിശോധിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്കറിയില്ല, അതിനെപ്പറ്റി നമ്മളത് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലി ബാധ്യതയുള്ള വില്ലേജ് ഓഫീസുകളാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊന്നും ഒരു തുണ്ടുകടലാസിൽ ഇന്ന കാരണം കൊണ്ട് നിങ്ങളുടെ നികുതി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് എഴുതി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടാവില്ല. സ്വാഭാവികമായും നമ്മൾ ഒരൊറ്റയടിക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്തു പോകുന്നതിനപ്പുറം ആ ഒരു സാഹചര്യം സലേഷ് തോമസ് തീർത്ത് പറഞ്ഞു, ഞാൻ ഈ ഓഫീസിലുള്ളിടത്തോളം കാലം നീ ഇവിടെ നീതി അടക്കില്ല എന്നൊരു വാക്കൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷിക്കാരൻ എന്ത് ചെയ്യും? സലീഷ് തോമസ് ജൂൺ 1 തീയതി മുതൽ ആഫീസിൽ പ്രവർത്തിക്കുന്നില്ല. സലീഷ് തോമസ് ഇപ്പം കൂരാച്ചുണ്ടിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാണ്. അദ്ദേഹം ജൂൺ 1 മുതൽ ആ ഓഫീസിലെ ജീവനക്കാരനല്ല. അതാരും ഇവിടെ ആരും മനസ്സിലാക്കിയിട്ടില്ല. സലീഷ് തോമത്തിന്റെ ഒരു നോട്ടമാണ് ഈ ആത്മഹത്യക്ക് കാരണമായതെങ്കിൽ തീർച്ചയായും ജീവനക്കാരനെ തിരുത്തേണ്ടതാണ്. ജീവനക്കാരന്റെ പെരുമാറ്റത്തിൽ വരേണ്ട മാറ്റമാണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സംഘടന അതിന് ഇടപെടണം തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. ഓരോ ഘട്ടത്തിലും സർക്കാരുകൾ അവരുടെ നിലപാട്, പദ്ധതി, അവരുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എല്ലാം മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ജനത്തിനെ ദ്രോഹിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കും എന്ന് കരുതുക സാധ്യമല്ല. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ട് ഉദ്യോഗസ്ഥരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം, അവരുടെ ഈ വിഷയങ്ങളോടുള്ള സമീപനം ഇതെല്ലാം മാറ്റി തീർക്കാൻ കഴിയുമെന്ന് തൽക്കാലം കരുതുക വയ്യ. അടിസ്ഥാനപരമായി വേണ്ടത് ഈ രേഖകൾ സുതാര്യമാക്കുക, ഈ ഓഫീസുകളിലെ ഇടപെടലുകൾ സുതാര്യമാക്കുക എന്നത് തന്നെയാണ്. ഒപ്പം അഴിമതിരഹിതമായ പരസ്പര ബഹുമാനത്തോടെ പെരുമാറുന്ന ഓഫീസ് സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നതുമാണ് പരമമായ വിഷയം. നമുക്ക് ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറും എന്ന് കരുതി തന്നെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. വളരെ നന്ദി കേരള സമ്മിറ്റിൽ പങ്കെടുത്തത്.